ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കാർഡിയാക്, ഓർത്തോ, യൂറോളജി, പീഡിയാട്രിക് തുടങ്ങിയ 8ഓളം ശസ്ത്രക്രിയാ വിഭാഗങ്ങളാണ് ഉള്ളത്. ഓരോ വിഭാഗത്തിനും മേജർ, മൈനർ ശസ്ത്രക്രിയകൾക്കായി അവസരം ലഭിക്കുക ആഴ്ചയിൽ 2 തവണ. എന്നാൽ ഇപ്പോൾ അനസ്തേഷ്യ വിഭാഗവും തിയേറ്റർ മാനേജ്മെന്റ് കമ്മിറ്റിയും ചേർന്നിറക്കിയ ഉത്തരവാണ് റിപ്പോർട്ടർ പുറത്തുവിടുന്നത്. ഈ ഉത്തരവ് പ്രകാരം ഓരോ വിഭാഗത്തിനും ഇനി ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ ശസ്ത്രക്രിയകൾക്കായി അവസരം ലഭിക്കൂ. അതായത് മൈനർ, മേജർ വിഭാഗങ്ങളിലായി ഓരോ യൂണിറ്റിലും ആഴ്ചയിൽ 20ഓളം ശസ്ത്രക്രിയകൾ വീതം നടന്നെടുത്ത് ഇപ്പോൾ നടക്കുന്നത് വെറും 5-ൽ താഴെ വീതം മാത്രം. തങ്ങളുടെ അവസരങ്ങൾക്കായി ഇപ്പോൾ തന്നെ മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്ന രോഗികൾക്ക് ഇനി എന്നാണ് അവസരമെന്ന മറുപടി പോലും ആശുപത്രി അധികൃതരിൽ നിന്നും ലഭ്യമാകുന്നില്ല. ആലപ്പുഴയിലെ സാധാരണക്കാരായ ജനങ്ങൾ, പാവപ്പെട്ടവർ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ്. ഇന്ന് ആശുപത്രിയിൽ ശസ്ത്രക്രിയ ആവശ്യമായ രോഗികൾ ചെന്നു കഴിഞ്ഞാൽ 2017-2018 വർഷങ്ങളിലെ നീണ്ട കാലയളവിലുള്ള ഡേറ്റാണ് ഇട്ടുകൊടുക്കുന്നത്. ഇന്ന് ആ ശസ്ത്രക്രിയ ടേബിളുകളുടെ എണ്ണം കുറച്ചത് കാരണം വീണ്ടും അവർ അനവധി കാത്തിരിക്കേണ്ട, സാധാരണക്കാരായ രോഗികൾ ഒരുപാട് നാളുകൾ കാത്തിരിക്കേണ്ട അവസ്ഥ, അവൻ്റെ ജീവൻ തന്നെ അപകടത്തിലാവുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വരുന്നത്. അനസ്തേഷ്യ വിഭാഗത്തിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വേണ്ടത് 20 ഡോക്ടർമാരെയാണ്. ഇപ്പോൾ ആശുപത്രിയിൽ ആകെയുള്ളത് 8 പേർ മാത്രം. അതിൽ ഒരാൾക്ക് വിഭാഗത്തിന്റെ ചുമതല. എല്ലാ ദിവസവും 2 ഡോക്ടർമാർ വീതം ഓവർ ടൈം ജോലി ചെയ്യുന്നതിനാൽ ഡ്യൂട്ടി ഓഫിലും. ചുരുക്കി പറഞ്ഞാൽ പ്രവർത്തന സജ്ജമായി ആകെയുള്ളത് 5 പേർ മാത്രം. കഴിഞ്ഞ ദിവസങ്ങളിലായി മഞ്ചേരിയിലേക്കും കോട്ടയത്തേക്കുമായി 2 പേർ സ്ഥലം മാറിപ്പോയതോടുകൂടി അനസ്തേഷ്യ വിഭാഗം പ്രവർത്തിക്കാൻ കഴിയാത്ത വിധം താളം തെറ്റി. മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് ആരോഗ്യവകുപ്പിനെയും DMEയെയും നിരവധി തവണ അറിയിച്ചെങ്കിലും കടുത്ത അവഗണനയാണ് സർക്കാർ ആലപ്പുഴ മെഡിക്കൽ കോളേജിനോട് കാട്ടുന്നത്. ഉള്ള ചികിത്സാ സംവിധാനങ്ങൾ പോലും മര്യാദയ്ക്ക് നൽകാത്തവരാണ് ഇപ്പോൾ ശസ്ത്രക്രിയകൾ നേർപകുതിയായി വെട്ടിച്ചുരുക്കിയിരിക്കുന്നത്. ആരോഗ്യവകുപ്പും മെഡിക്കൽ കോളേജ് അധികൃതരും ഈ തീരുമാനത്തിന്മേൽ പരസ്പരം പഴിചാരുമ്പോൾ കൂടുതൽ ദുരിതത്തിലാകുന്നത് സാധാരണക്കാരായ രോഗികളാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്നും ക്യാമറമാൻ ബിനു അലോഷ്യസിനൊപ്പം ശരണ്യ സ്നേഹജൻ, റിപ്പോർട്ടർ.